ഹൈസ്പീഡ് റെയിലിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. RRTS പ്രായോഗികവും സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതാണെന്ന് സർക്കാർ. 20% കേന്ദ്ര സംസ്ഥാന സഹായവും 60% അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇറക്കിയത് പ്രിൻസിപ്പൽ ഉത്തരവാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഉത്തരവ് ഞാൻ കണ്ടില്ല. അത് ഇൻ പ്രിൻസിപ്പൾ ഉത്തരവാണ്, ഇൻ പ്രിൻസിപ്പൾ അപ്രൂവലാണ്. അത് 3-4 ഘട്ടമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂർ ടു കോഴിക്കോട്, കോഴിക്കോട് ടു കണ്ണൂർ, കണ്ണൂർ ടു കാസർഗോഡ്, ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ്. ഇതൊരു പരീക്ഷണമാണ്. മറ്റു തരത്തിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇൻ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതനുസരിച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പ്രാഥമിക കാര്യങ്ങൾ നടക്കും. ഫണ്ട് അതിനുണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ലോങ് ടൈമിലാണല്ലോ, വളരെയേറെ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കുന്ന മോഡലാണല്ലോ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റിന് ഷെയറും ബാക്കി ബോറോയിങ്ങുമാണ്. അതിന് പറ്റുന്ന, പ്രായോഗികമായി പറ്റുന്ന തരത്തിലുള്ള മോഡലാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ്. ഡൽഹി, മീററ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലുള്ള മോഡലുകൾ, പ്രത്യേകിച്ച് മെട്രോ റെയിലിൻ്റെ ലൈൻ തന്നെ ഉപയോഗിക്കാം ഇതിന്. മെട്രോ ഉള്ള സ്ഥലത്ത്, ഇപ്പോൾ മെട്രോ ഉള്ള സ്ഥലത്ത് മെട്രോ ലൈൻ ഉപയോഗിക്കാം, ബാക്കി ലൈൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിൻ്റെ മോഡൽ. വിജിൻ വായാന്തോട് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ബജറ്റിലും അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളം ഉണ്ടായിരുന്നില്ല. RRTക്കെതിരെ ശ്രീധരൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ പോകുന്നു മുന്നോട്ടുള്ള നീക്കം? ജീന, ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് നിലവിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച ഈ RRT പദ്ധതിയുടെ ഉത്തരവ് നിലവിൽ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത്, അതായത് 4 ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തൃശ്ശൂർ വരെയാണ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ആദ്യഘട്ടവും, രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയും, ഒപ്പം തന്നെ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ, കണ്ണൂരിൽ നിന്ന് പിന്നീട് കാസർഗോഡ് വരെ നീട്ടുക. 12 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന നിലയിലാണ് നിലവിൽ ഈ പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. 1,92,000 മുകളിൽ കോടി രൂപയാണ് ഇതിന് ചെലവായി പ്രതീക്ഷിക്കുന്നത്. 3 വർഷം കൊണ്ട്, അതായത് അടുത്ത വർഷം ആരംഭിച്ച് 2033 പൂർത്തീകരിക്കുന്ന നിലയിലാണ് ആദ്യഘട്ടം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ധനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതായത് നിലവിൽ ഇപ്പോൾ കൊച്ചി മെട്രോയുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരം, ഒപ്പം തന്നെ തൃശ്ശൂർ മെട്രോകൾ പ്രാവർത്തികമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. അങ്ങനെ ഈ 3 മെട്രോ റെയിലുകളെ കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽ സർവീസായിട്ടാണ് നിലവിൽ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് ശേഷം റെയിൽ പൂർത്തിയാകുന്ന, കേരളത്തിൽ മുഴുവൻ പൂർത്തിയാകുന്നതിന് ശേഷം കോയമ്പത്തൂർ, ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി അന്തർ സംസ്ഥാന തലത്തിൽ കൂടി നീട്ടാൻ കഴിയുന്നതാണ് പദ്ധതി എന്നുള്ളതാണ് ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും, ഒപ്പം തന്നെ 60% അന്താരാഷ്ട്ര ധനസമാഹരണവും നടത്തി, അതായത് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ധനസമാഹരണവും നടത്തി പദ്ധതിക്കുള്ള ചെലവ് കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ ഈ ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പിനാണ് നിലവിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനുള്ള ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കുകയും അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ അനുമതി നേടിയെടുക്കുകയും ചെയ്യുന്ന തലത്തിലാണ് ഇപ്പോൾ ഇൻ പ്രിൻസിപ്പൽ ഉത്തരവായി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇതിന്റെ മറ്റ് നടപടികളൊക്കെ സർക്കാർ കൈക്കൊള്ളുക. DPR തയ്യാറാക്കണം, ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള പ്രപ്പോസൽ ഇതിന് മുന്നോട്ട് വെക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനത്തിലേക്ക് പോവുക അത് ഇനിയായിരിക്കും. അതിനുള്ള പ്രാഥമികമായ ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ജീന.